ഹലോ ഗായ്സ്, പുതിയ വീഡിയോ ആയിട്ട് വന്നുള്ളത് ഞാനൊരു ഡേ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം നാട്ടിലെത്തി 2 ദിവസമായിട്ടുണ്ട്. ഒരു കുഞ്ഞു മഴയുണ്ട് കേട്ടോ. അങ്ങനെ ഇശലിക്കുട്ടി ഇതാ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഞാൻ മെല്ലെ എണീറ്റപ്പോൾ ഉമ്മ അത് അവിടെ കണക്ക് നോക്കണ്. പിന്നെ പച്ചക്കറികളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എണീറ്റ പിന്നാലെ എൻ്റെ മോളും എണീറ്റിട്ടുണ്ട് കേട്ടോ. ഉമ്മ കണക്ക് നോക്കണത് ഉമ്മക്കൊരു ചെറിയൊരു ബിസിനസ് ഉണ്ട് ദോശാമാവിൻ്റെ. അതിന് എന്തൊക്കെയോ കണക്ക് നോക്കണം കേട്ടോ. അങ്ങനെ പെട്ടൊക്കെ ക്ലീനാക്കി അടുക്കളയിൽ പോയപ്പോൾ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ചിലിക്കുട്ടിക്ക് ഇതാ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ചപ്പാത്തി ചുട്ടുവച്ചിട്ടുണ്ട്. നാട്ടിൽ പോയാൽ നമ്മൾ ഒന്നാമത് ഒരു മടി കൂടിയ ആളാവുമല്ലോ. ഉമ്മ അതൊക്കെ ഉണ്ടാക്കി ജിമ്മിന് പോയിട്ടോ. പിന്നെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വൃത്തിയാക്കി ചിലിക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്ത് അവളെ കുളിപ്പിച്ച് ഒരുക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാനിരുന്നത്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഉമ്മയുടെ ഫുഡ് ഇങ്ങനെ കഴിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇനി ഉള്ളത് ഈ ചിലിക്കുട്ടീനെ എങ്ങനെയെങ്കിലും ഉറക്കണം. പക്ഷെ അവൾ ഉറങ്ങണില്ല, അവൾ കളിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഞാൻ വെച്ചു ഇങ്ങനെ കളിച്ച് ഇരുന്നോട്ടെ എന്ന് വെച്ചു. ഇനി അവൾക്ക് ഉച്ചയ്ക്കുള്ള ചോറുണ്ടാക്കണം കേട്ടോ. അപ്പോൾ മത്തങ്ങ ഉണ്ടായിരുന്നു, ക്യാരറ്റ് ഉണ്ടായിരുന്നു, ചോറും പരിപ്പും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മോൾക്ക് മത്തങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മത്തങ്ങയും ക്യാരറ്റും ചിക്കനൊക്കെ ഇട്ട് ഒരു തട്ടിക്കൂട്ട് എന്തോ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടോ. അപ്പോഴേക്കും ഉമ്മ വന്നു. ഉമ്മ പറഞ്ഞു അവയിലിനുള്ള കഷ്ണങ്ങളൊക്കെ അരിയാൻ. ഉമ്മ സാമ്പാറൊക്കെ ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ അവയിലിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ചു കൊടുത്ത് അങ്ങനെ മേശ തുടച്ചിടാണ്ട് അടിച്ചു വരാനുണ്ട് കേട്ടോ. അതൊക്കെ വേഗം തന്നെ ചെയ്ത് അപ്പോഴേക്കും മാവ് ചോദിച്ചു ഒരാൾ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതും കൊണ്ടുകൊടുത്ത് പൈസ ഒക്കെ വാങ്ങിച്ച് ഉമ്മയുടെ കൊണ്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ വേഗം വന്ന് കുളിച്ചൊക്കെ ചെയ്ത് ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഉമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഫുഡ്. അങ്ങനെ ഉമ്മ ഇന്നുണ്ടാക്കിയിട്ടുള്ളത് ചോറും സാമ്പാറും അവിയലും മീൻകറി. മീൻ ഞാൻ കഴിക്കാത്ത കാരണം അത് ഞാൻ എടുത്തില്ല കേട്ടോ. ഉമ്മയുടെ സാമ്പാർ വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറിയാണ് കേട്ടോ. ഉമ്മയുടെ സാമ്പാറും ഉമ്മയുടെ മോര് കറിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി. അങ്ങനെ അതൊക്കെ കൂട്ടി വേഗം തിന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇശലിന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇനി നേരെ പോണത് ഇക്കാടെ ഉമ്മയുടെ വീട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടോ, നടക്കാനുള്ള ദൂരമുള്ളൂ. നമ്മുടെ കുഞ്ഞു മടിച്ചായ കാരണം നമ്മൾ ഓട്ടോറിക്ഷക്കാണ് കേട്ടോ പോകണം. അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് ഇനി വീട്ടിലേക്ക് തന്നെ മടങ്ങി കേട്ടോ. വീട്ടിൽ വന്നിട്ട് ഞാൻ ഡ്രസ്സ് കുറച്ച് അലക്കാനുണ്ടായിരുന്നു, അതും അലക്കാട്ടിട്ട് ഇനി പോണത് ഉപ്പാടെ ഇത്താടെ വീടുണ്ട് തൊട്ടടുത്ത് തന്നെ. അങ്ങനെ അവരെ വീട്ടിലും പോയി കുറേ നേരം ഇരുന്ന് സംസാരിച്ചിട്ട് അപ്പോഴേക്കും നമ്മുടെ കല്യാണ ചിക്കൻ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരോട് കുറേ നേരം ഇരുന്ന് സംസാരിച്ച് കല്യാണ പെണ്ണ് ചെറുതായിട്ടൊന്ന് പിണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇക്ക വന്നിട്ട് കാണാൻ പോവാത്തതിൻ്റെ ഒരു ചെറിയ പിണക്കം. അപ്പം നമ്മൾ വിചാരിച്ചു അവർക്കൊന്ന് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രാത്രി 12 മണിക്കാണ് കേട്ടോ പെണ്ണിനെ കാണാൻ പോണത്. അങ്ങനെ അവർ രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വന്ന് ഇശ്ലിക്കുട്ടിക്ക് ചെറുതായിട്ടൊന്ന് ഫുഡ് കൊടുത്തിട്ട് ഞങ്ങൾ കിടന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്.